നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാനാണ് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ, നിക്കോദിമോസ്, നീ പുതുതായിട്ട് ജനിക്കണം. പുതുതായിട്ട് ജനിക്കുന്നവൻ പുതിയ ജനം പ്രാപിച്ചത് ഒരു കുഞ്ഞുങ്ങളുടെ ഹൃദയം പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപങ്ങളെ നീക്കപ്പെട്ട് നിഷ്കളങ്ക ഹൃദയമുള്ളവനെ ദൈവം വിളിക്കുകയാണ് എൻ്റെ അടുക്കലേക്ക് വരിക. അപ്പൊ അവിടെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ പമ്പ് സെറ്റായ ഹൃദയമല്ല. നിന്റെ ആന്തരിക മനുഷ്യൻ നിഷ്കളങ്ക ഹൃദയമുള്ളവനായിരിക്കണം. സ്തോത്രം ചെയ്യുന്നു, യേശുവെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്ന ചില ടൈമുകൾ ഒന്നാണ് കഠിന ഹൃദയം. എന്താ കഠിന ഹൃദയം എന്ന് പറയുന്നത്? കഠിന ഹൃദയം എന്ന ഒരു ടൈം നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ കഠിന ഹൃദയനല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ കഠിന ഹൃദയനാണോ? നമുക്കൊന്ന് വചനത്തിലൂടെ ഒന്ന് പരിശോധിക്കാം. എന്താണ് ബൈബിൾ പ്രഖ്യാപിക്കുന്ന കഠിന ഹൃദയം എന്ന് ബൈബിൾ പറയുന്നത്? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മീയ ശാഠ്യം എന്ന് നമുക്ക് വേണേൽ പറയാം. എന്താ ആത്മീയ ശാഠ്യം? ദൈവത്തിന്റെ ഹിതത്തോടുള്ള എതിർപ്പ്. ദൈവം നയിക്കുന്നതിനെ അല്ലെങ്കിൽ ദൈവഹിതത്തെ തടയുന്ന രീതിയിലുള്ള പ്രവർത്തനം. ഞാനൊരു ചില ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ചിലപ്പം ബൈബിളിനകത്ത് പല സംഭവങ്ങൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, മോശ പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചുപേര് പോയിട്ട് അവിടെ എന്ത് ചെയ്യണം? ഇസ്രായേൽ കാനാൻ ദേശം ഉറ്റു നോക്കിയിട്ട് വരണം. നമുക്കറിയാം, ചിലർ പോയി ദേശം ഉറ്റു നോക്കാൻ പോയി. അതിൽ 2 പേരൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു, എന്തു പറഞ്ഞു? ഈ ദേശം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ബാക്കി ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായത്തിൽ കാനാൻ ദേശം അവിടെ വലിയ ജനങ്ങളാണ്, അമ്മാർ വളരെ ശക്തന്മാരാണ്. പക്ഷെ ജോഷുവും കാലേബും പറഞ്ഞു, ഇല്ല, നമ്മുടെ ദൈവം അതിനെ വഴി നടത്തും. ഇതിലെന്താ ശാഠ്യം ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം ഈ ഉറ്റുനോക്കാൻ പോയ ജനങ്ങൾ അത്രയും ചെങ്കടൽ പിളരുന്നത് കണ്ട് നടന്നു വന്നവരാണ്. അവരെ മരുഭൂമിയിൽ പാറയെ ജലാശയമാക്കി മാറ്റി അതിൽ നിന്ന് കുടിച്ചവരാണ്. ദൈവത്തിന്റെ അത്ഭുതം എത്ര ജീവിതത്തിൽ ലഭിച്ചിട്ടും, ശ്രദ്ധിക്കണം, ആത്മീയ ശാഠ്യം എന്ന് പറയുന്നതാണ്. ബിബിൻ എന്ന വ്യക്തിക്ക് ഒരുപാട് മെസ്സേജുകൾ ഷുഗർ നൽകിയെന്ന് വിചാരിക്കുക. ഒരുപാട് സന്ദേശങ്ങൾ ആത്മീയ സഹോദരങ്ങൾ നൽകി. ദൈവത്തിന്റെ ഡെലിവറൻസ് എല്ലാം നൽകിയിട്ടും എനിക്ക് ദൈവത്തെ വിശ്വാസമില്ല, ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ എൻ്റെ ഭൗതിക മേഖലയിൽ മുൻതൂക്കം കൊടുക്കുന്നു. ഇങ്ങനെയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ഓർത്തോ, കഠിന ഹൃദയരാണ്. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കണ്ടിട്ടും, ഖൊറാസീനെ നീ എത്ര അത്ഭുതങ്ങൾ കണ്ടു. നിന്നിൽ നിന്ന അത്ഭുതങ്ങൾ ടയറിലോ സീതോളിലോ നടന്നിരുന്നെങ്കിൽ അവര് പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശുമായിരുന്നു. ടയറും സീതോനും ഇത്ര അത്ഭുതങ്ങൾ കാണേണ്ടിരുന്നില്ല, അവര് മാനസാന്തപ്പെടുന്നു. പക്ഷേ ദൈവജനം ഇതാ, നിങ്ങൾ കഫർനാമേ, അത്ഭുതങ്ങൾ നിന്നിൽ അനേകം നടന്നിട്ടും നീ അതിലൊന്നും വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മിറക്കൾ സംഭവിച്ചിട്ട് പോലും നീ വിശ്വസിച്ചിട്ടില്ല. അവിശ്വാസ ഹൃദയത്തെ, ദൈവത്തിന്റെ ഹിതത്തോടുള്ള എതിർപ്പിനെ, ദൈവിക പദ്ധതിക്കെതിരെയുള്ള ശാഠ്യത്തെ ദൈവം പറയാണ് കഠിന ഹൃദയമുള്ള ജനം. സ്തോത്ര, ഹല്ലേലൂയ. ഈ കഠിന ഹൃദയം നമുക്കുണ്ടോ എന്ന് പരിശോധിച്ച്, ബിബിനെ നിനക്കുണ്ടോ? കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചോദിക്കണം, നിനക്കുണ്ടോ? നീ ദൈവത്തിന്റെ ഹിതത്തെ അനുസരിക്കുന്നവനാണോ? ദൈവിക അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ എത്ര നടന്നിട്ടും ഭൗതികമായ ചില പ്രയാസങ്ങൾ വരുമ്പോൾ നീ ദൈവത്തോട് മറുതലിക്കുന്നവനല്ലേ? അനുഗ്രഹം കിട്ടുമ്പോൾ എല്ലാം ഹല്ലേലൂയ നമ്മൾ പറയും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, രോഗങ്ങൾ, പീഡകൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ വരുമ്പോൾ ഈ ഞാൻ ഉൾപ്പെടെ എന്നോട് ചോദിക്കുകയാണ്, നീയും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? നീ ദൈവത്തോട് പിറുപിറുത്തിട്ടുണ്ടോ? ബൈബിൾ പ്രകാരം ഒരു കഠിന ഹൃദയത്തെ പറയുന്നത് ദൈവത്തോടുള്ള ശാഠ്യം, ദൈവത്തോടുള്ള മർക്കടമുഷ്ടി. അവൻ കഴിഞ്ഞ നാളുകളെല്ലാം ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ചവൻ ദൈവത്തോട് മറുതലിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നിന്നെ വിളിക്കുകയാണ്, ആ വ്യക്തിയെ വിളിക്കുകയാണ് കഠിന ഹൃദയനായ വ്യക്തി. ഇനിയും കഠിന ഹൃദയത്തിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കിയപ്പോൾ ഒരുപാട് തലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിൽ എബ്രായരുടെ മേൽനോട്ടക്കാരെ ഫറവോ നിശ്ചയിച്ചപ്പോൾ അവർക്ക് പതിവുള്ള വൈക്കോല് കുറയ്ക്കണം, അവർ തന്നെ പോയി വൈക്കോല് കണ്ടെടുത്തട്ടെ, എന്നാൽ അവരുണ്ടാക്കുന്ന ഇഷ്ടിക ചുടുകട്ടയുടെ എണ്ണം കുറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇന്ന് കൂടുതലായിട്ട് അവർ അധ്വാനിക്കേണ്ട ഒരു കഷ്ടതപ്പെടും. ഒരു കാര്യം കൂടെ എഴുതി വെച്ചേക്കാണ്, ക്രൂരന്മാരായ ഉടയോന്മാരെ അവർക്ക് മേലാളന്മാരായി ഫറവോ നിശ്ചയിച്ചു. കഠിന ഹൃദയരായ എന്ന് പറഞ്ഞാൽ യാതൊരു കരുണയുമില്ലാതെ അവരെ മർദ്ദിക്കാനും അവരെ ക്രൂരമായി വേല ചെയ്യിക്കാനും ഏർപ്പെടുത്തിയവർ. അപ്പോൾ 2 തരത്തിൽ കഠിന ഹൃദയരുണ്ട്. ഒന്ന്, നിന്റെ ക്യാരക്ടറിൽ കഠിന ഹൃദയമുണ്ട്.
2, ദൈവത്തോടുള്ള സ്വഭാവത്തിൽ നിനക്ക് കഠിന ഹൃദയമുണ്ട്. ദൈവത്തോടുള്ള സ്വഭാവത്തിൽ, ദൈവത്തോടുള്ള ഇരിപ്പോഷത്തിൽ നിനക്ക് കഠിന ഹൃദയമുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നതിൽ നീ ദൈവത്തെ അനുസരിക്കുന്നവനാണോ? ഞാൻ ഉൾപ്പെടെ ചോദിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്നവനാണോ? ദൈവം ഇങ്ങനെ പോകാൻ പറയും, നീ ഇങ്ങനെ പോകും. ദൈവം പറയുന്ന വഴിക്കല്ല. ദൈവത്തെ അറിയുന്നവനാണെങ്കിൽ ദൈവം പറയുന്ന വഴിക്കല്ല, തന്നിഷ്ടം പോകും. കാരണം അവനവന്റെ കാര്യം നടക്കണം, അവനവന്റെ ഇഷ്ടം നിറവേറണം. ചില നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം പോലെയല്ല. ദൈവത്തിന്റെ പദ്ധതി നിന്റെ ഇഷ്ടം പോലെയല്ല. നമ്മൾ ലോകത്തിന്റെ ഇഷ്ടത്തിൽ നടക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല നമ്മളെ പറ്റിയുള്ള പദ്ധതി. എന്നാൽ ദൈവിക പദ്ധതി നിശ്ചയം ഇപ്രകാരം ഇരിക്കെ നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ പോവുകയാണെങ്കിൽ നീ കഠിന ഹൃദയമുള്ളവനാ. സ്തോത്രം ചെയ്യുന്നു. നാളെ സഹോദരൻ വിളിച്ചിട്ട്, വേറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറയും, എന്താ മോനെ വിഷയം? എനിക്കൊരു കേസുണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കാം, പ്രാർത്ഥിക്കാം. വേറെ ഒരു വിഷയം കൂടെയുണ്ട്. ഞാൻ ചെറുപ്പം മുട്ടേ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ്. അത് കല്യാണമായി മാറാൻ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നീ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. നിന്റെ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം പോലും ദൈവസന്നിധി യോഗ്യമല്ല. കാരണം നീ ദൈവഹിതം ലംഘിച്ച ഒരുത്തനാണ്. അതെങ്ങനെ ലംഘിച്ച്? ദൈവിക പദ്ധതി ഒന്ന് വേറൊന്നായിരിക്കെ നീ നിന്റെ ഇഷ്ടമാണ് തിരഞ്ഞെടുക്കുന്നത്. മോശ പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നെങ്കിൽ ദൈവം തന്നെ നയിച്ചാൽ മതി, ലോകം നയിക്കണ്ട, ദൈവം തന്നെ നയിച്ചാൽ മതി. സമാഗമന കൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം എതിലേ പോകുന്നു അതുവഴിയേ ഞങ്ങൾ വരത്തുള്ളൂ. അതിന്റെ അർത്ഥമുണ്ട്. മേഘം പോകുന്ന വഴിക്ക് നടക്കാമെന്നല്ല അർത്ഥം. ദൈവം നയിക്കാതെ ഞങ്ങൾ ഒരു വഴിക്കും ഇറങ്ങത്തില്ല. ഇങ്ങനെ ആയിരിക്കണം ദൈവജനത്തിന്റെ ചിന്ത. പല വിഷയങ്ങൾ വരുമ്പോൾ പലർക്കും അവനവന്റെ താല്പര്യങ്ങളാണ്. പലരും നാളൊരു സഹോദരൻ ഒരു ആന്റി വിളിച്ചിട്ട്, വേറെ എൻ്റെ മകൾക്കോ മകനോ ഒരു ആലോചന വന്നു, അത് ഇന്നൊരാളാണ്, നമ്മളൊന്ന് ആലോചിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, ആലോചന നിങ്ങളൊക്കെ ആലോചിച്ചു, അത് ഞാൻ ഇടപെടുന്നുണ്ട്. അല്ല, അത് നമ്മൾ ഒരു പ്രാർത്ഥനയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്ന് ദൈവത്തോട് ആലോചിക്കണ്ടേ. ഞാൻ പറഞ്ഞു, ദൈവത്തോട് ആലോചിച്ചു, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചൊരു ബൈബിൾ മെസ്സേജ് എടുത്തു. അല്ല വേറെ, ഇത് ഞങ്ങൾ പണ്ട് തൊട്ടേ ഇന്ന ആളെ ഞങ്ങൾക്ക് ഒരു താല്പര്യമുണ്ട്, അത് കാരണം. അപ്പം ഞാൻ ചോദിച്ചു, അത് ദൈവം മെസ്സേജ് ഉണ്ടോ? അപ്പോൾ ദൈവം മെസ്സേജ് ഒന്നുമില്ല. കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചപ്പോൾ ഷുഗറിൻ്റെ മെസ്സേജും ഉണ്ടായിരുന്നു, ആ വഴിക്ക് പോയാൽ അത് ആ ദുഃഖം വരും എന്നുള്ള മെസ്സേജും ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറേ നാളായില്ലേ പറയാം, ഇപ്പം അതൊക്കെ മാറിക്കാണും, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചാണ്. ഞാൻ പറഞ്ഞു, കർത്താവിന് അന്നും ഇന്നും എന്നും ഒരു സ്വഭാവമല്ലേ ഉള്ളൂ. ദൈവം ഒന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റി പറയുന്ന ദൈവമാണെങ്കിൽ അന്ന് തന്നെ ദൈവത്തിന് ഭാവി കണ്ട് അത് ഓക്കെ ആയിട്ട് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ആ ഭവനം എന്നോടല്ല നമ്മുടെ ടീമുമായിട്ട് ഉടക്കി. അവർ പിന്നെ പ്രേയറിലൊന്നും വന്നില്ല. സംഭവം അവരുടെ ഇഷ്ടത്തിന് പോകണം. ദൈവം എന്തോ പറയുന്നു അതൊന്നും വിഷയമില്ല. പക്ഷെ അവരുടെ ഹിതത്തിന് പോകണം. എന്നാൽ പ്രാർത്ഥനയെ പിണക്കാനും പാടില്ല. അപ്പം നടപ്പ് നമ്മുടെ പരിപാടി പോലെ നടക്കണം. എന്നാൽ ദൈവഹിതത്തിന്റെ ഒരു മൂടുപടലം കാണിക്കണം. ദൈവം അങ്ങനെ നമ്മുടെ ഹിതത്തിനൊപ്പം നടക്കുന്ന ആളല്ല. കഠിന ഹൃദയം എന്ന വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 കാര്യങ്ങൾ ദൈവം പറഞ്ഞു. ഒന്ന്, നീ ദൈവത്തിന്റെ കൽപ്പനകളും വചനങ്ങളും നിനക്കറിയാം, എങ്കിലും നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റതൊക്കെ ഒരു സൈഡിൽ. കാരണം എത്ര അനുഗ്രഹം കിട്ടിയാലും അവനവന്റെ കാര്യം നോക്ക്. 2, നമ്മുടെ ഹൃദയം കരുണയുള്ളവനാണോ, നീ ദയുള്ളവനാണോ, മനുഷ്യത്വമുള്ളവനാണോ? ഇതാണ് ദൈവം ചോദിക്കുന്നത്. നമുക്കൊരു വചനഭാഗത്തിലേക്ക് പോകാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. മത്തായി 13:15. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാക്കുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. ചില ജനത്തോട് ദൈവം വചനം പറഞ്ഞപ്പോൾ ഉപമയായിട്ട് അവരോട് സംസാരിച്ചു. ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഉപമയെന്ന് പറയുന്നത്? അപ്പൊ യേശു പറയാണ്, അവർ ഇതെല്ലാം കണ്ടതാ, എല്ലാ അത്ഭുതങ്ങൾ കണ്ടിട്ടും അടയാളങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിക്കുന്നില്ല. ഖുറാസീനേ, കഫർനാമേ, നിനക്ക് ദുരിതമാണ്. നീ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ശ്രദ്ധിക്കണമേ, നീ എത്ര വചനം കേട്ട് എത്ര അനുഭവങ്ങൾ നിനക്കുണ്ടായാലും രോഗസൗഖ്യം, ഞാൻ പറയട്ടെ, ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങൾക്ക് രോഗസൗഖ്യങ്ങളും സന്ദേശങ്ങളും ദൈവം നൽകിയതല്ലേ. നമുക്കെല്ലാം ദൈവം സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, നമുക്ക് സംസാരിച്ചിട്ടുണ്ട്, നമ്മളെ തൊട്ടിട്ടുണ്ട്. ഡെലിവറൻസ് അനുഭവങ്ങൾ, എല്ലാ അനുഭവങ്ങളുള്ളവരാണ്. എന്നിരിക്കുന്നാൽ തന്നെയും ചില ഇഷ്യൂ വരുമ്പോൾ ദൈവത്തോട് മറന്നിരിക്കുക, ദൈവത്തോട് എതിർത്ത് സംസാരിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവം പറയുക, നീ അത്ഭുതങ്ങൾ അടയാളം കണ്ടിട്ടും നീ വിശ്വസിക്കുന്നില്ല. ഹൃദയം മന്ദീഭവിച്ചു, നിന്റെ കാത് മന്ദീഭവിച്ചു. ഒരു പ്രയാസം വരുമ്പോൾ ആകുലതയാ, അയ്യോ നടക്കുവോ, പ്രാർത്ഥന ദൈവം കേൾക്കുവോ, മകളുടെ കാര്യം നടക്കുവോ, ജോലി ശരിയാകുവോ, വിസ ശരിയാകുവോ, രോഗം എന്താവും, നിനക്ക് ആകുലതയാ.
നിനക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ദൈവം ചെയ്തു തന്നു, എന്നിട്ടും അതിലൊന്നും വിശ്വാസമില്ല. ഇപ്പോഴും ആകുലത, ഒരു പ്രശ്നം വരുമ്പോൾ കരച്ചില്ല, നടക്കുവോ? ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മ, ദൈവിക വഴി നടത്തിപ്പിൽ വിശ്വാസമില്ലായ്മ. ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹൃദയ കാഠിന്യം, നീ ദൈവത്തോടുള്ള നിന്റെ ഇരിപ്പുവശം. ഇനിയോ നീ അന്യനോടുള്ള ഇരിപ്പുവശം എങ്ങനെയാ? അന്യനോട് കർത്താവ് പറഞ്ഞ്, നിന്നോടും കൂടെ ഒരു മൈൽ ദൂരം നടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ 2 മൈൽ ദൂരം നടക്കാൻ നിനക്ക് സാധിക്കണം. ഇതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. പണ്ട് എല്ലാവരും കൂടെ ഈ തുടക്ക സമയത്ത് മിഷൻ വർക്കിന് പോവുക. മിഷൻ വർക്കിന് പോകുമ്പോൾ ആരുടെയും കാശില്ല. ഒരു 3 ബൈക്കിൽ ഈ 2 പേര് വെച്ച് 6 പേരാണ് പോകുന്നത്. അന്ന് പെട്രോൾ ഇത്ര വിലയില്ല. എന്നാലും ഉള്ള തപ്പിക്കൂട്ടി പുറുക്കിയ കാശും കൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് മിഷൻ വർക്കിന് പോകും. അതിൽ 1-2 പേർക്കാണ് ജോലിയുള്ളത്, ബാക്കിയുള്ളവർക്കൊന്നും ജോലിയില്ല. പക്ഷേ പെട്രോൾ അടിക്കുന്നത് ജോലിയില്ലാത്തവരും ഒരു തരത്തിലും അനങ്ങാത്തവരും ജോലിയുള്ളവരുമാണ്. അപ്പം ഇങ്ങനെ എനിക്ക് എവിടെയോ മിഷൻ വർക്കിന് പോയിട്ട് വഴിക്ക് ഇങ്ങനെ പെട്രോൾ തീർന്നു. ഇപ്പം പെട്രോൾ തീർന്നിട്ട് എല്ലാവരും ചോദിക്കുക, എടാ ഇങ്ങനെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പം ഉള്ള എല്ലാം കൂടെ ഇങ്ങനെ തപ്പിയെടുക്കുക. അപ്പം കൂട്ടത്തിൽ വരുമാനമുള്ള ഒരാളുണ്ട്, പുള്ളി മിണ്ടുന്നേ ഇല്ല, പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പം ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? പുള്ളി പറഞ്ഞു ഒന്നുമില്ല. ആ ശരി, അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എന്തോ ഇങ്ങനെ എടുത്തപ്പം ഈ കൈയുടെ മടക്കിയിട്ട് ഒരു വലിയ നോട്ട് താഴെ അറിയാണ്ട് ചാടിപ്പോയി. ഞങ്ങളൊക്കെ 500 രൂപ നോട്ട് കണ്ടവനെ കണ്ടിട്ട് ഒരാഴ്ചയായി. ഇവിടെ 10 രൂപയും 50-ൻ്റെയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 500 അന്ന് 2000-ൻ്റെ നോട്ടൊക്കെ ഉണ്ട്. 1000-ൻ്റെ നോട്ടോ 500 എന്തോ ചാടിപ്പോയി. ഞങ്ങൾ കുറേ നാളായി ഈ നോട്ട് കണ്ട്. അപ്പോൾ പുള്ളിക്ക് പറ്റിപ്പോയി. ഇല്ലെന്ന് പറയുകയും ചെയ്തു. അറിയാണ്ട് കൈയുടെ മടക്കിയിരുന്ന് നോട്ട് എങ്ങനെ ചാടിപ്പോവുകയും ചെയ്തു ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ വെച്ച ദൈവമേ, പൈസ ഉണ്ടായിട്ടും അനങ്ങാതിരിക്കുകയാണല്ലോ. അന്നത്തെ അറിവില്ലായ്മ കേട്ടോ, ഇന്നങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ പറഞ്ഞു വരുന്നത്, ആ ആള് അത്ര സജീവമായിട്ട് പിന്നീട് ടീമിൻ്റെ കൂടെ നടക്കാനൊന്നും പറ്റിയില്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് കഷ്ടതയും പ്രയാസവും എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ചോദിക്കുന്നവന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറും. സഹായം ആവശ്യപ്പെടുന്നവന്റെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. ബ്രദർ എപ്പോഴും പറഞ്ഞു, നിന്നോട് ആരെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ ഒഴിഞ്ഞു മാറും. നിന്നോട് ആരെങ്കിലും ഒരു സഹായം ആവശ്യമില്ല. പണം മാത്രമല്ല സഹായം, നിനക്ക് സഹായിക്കുള്ള മനസ്ഥിതി നിനക്കുണ്ടോ, എനിക്കുണ്ടോ? ഇതാ ചോദ്യം. ബ്രദർ പറയാണ്ട്, യേശുവിൻ്റെ ശരീരം 3 തരത്തിലാണ് ഭൂമിയിൽ കാണുന്നത്. 1 സഭയായി ശരീരമുണ്ട്. 2 തിരുശരീര രക്തത്തിൽ കുർബാന സാന്നിധ്യത്തിൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളുണ്ട്. 3 യേശു കാണുന്നത് ദരിദ്രരിലാണ്. കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ നഗ്നനായി കണ്ടു, ഞങ്ങൾ എപ്പോൾ നിന്നെ ഭക്ഷണമായി തന്നു, എപ്പോൾ നിങ്ങളെ കരുതി. കർത്താവുണ്ട്, ഈ ദരിദ്രനോട് ഒന്ന് ചെയ്തപ്പോഴാണ് എനിക്ക് തന്നെയാണ് നിങ്ങളത് ചെയ്തു തന്നത്. നമ്മളിന്ന് ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ദരിദ്രരെ, അനാഥരെ നീ കരുതുന്നുണ്ടോ? നിന്റെ ഹൃദയം അവരെ സഹായിക്കുന്ന ഹൃദയമാണോ? അവരുടെ കണ്ണീരൊപ്പുന്ന ഹൃദയമാണോ? ദൈവത്തിൻ്റെ സ്നേഹം പകരുന്ന ഹൃദയമാണോ? ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഈ ജൂൺ മാസമൊക്കെ വരുമ്പം ഈ കുഞ്ഞുങ്ങളൊക്കെയുള്ള ഭവനത്തിൽ വലിയ ചെലവുകളാണ്. എല്ലാ ഭവനത്തിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചില ഭവനങ്ങളിൽ പുതിയ വാട്ടർ ബോട്ടിൽ വേണം, പുതിയ കുട വേണം, പുതിയ യൂണിഫോം വേണം, പുതിയ ബാഗ് വേണം, പുതിയ ബുക്ക് വേണം. വലിയ ചിലവുള്ള ഒരു മാതാപിതാക്കളായിരിക്കുമ്പോൾ അറിയാം വലിയ ചിലവാണ്. ഈ ജൂണിൽ മഴയൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പം ക്ലാസ്സിൽ പോകണം, സ്കൂളിൽ പോകണമൊക്കെ ശരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കി വിടുമ്പോൾ തന്നെയും അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിന് ബാഗുണ്ടോ, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് യൂണിഫോം വാങ്ങിയോ, എത്ര പേര് നമ്മൾ കരുതാറുണ്ട്? നമ്മുടെ സഹോദരരുടെ കാര്യങ്ങളാണ് പറയുന്നത്, വിജാതിയരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ പോട്ടെ. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്ന ദൈവസഭയിലുള്ള തോളോട് എന്ന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടോ, ഉടുത്തോ, കിടന്നോ, ഉണ്ണാനുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഞാൻ എന്നോട് തന്നെ എൻ്റെ കുറവുകളെ പറ്റിയാണ് ഞാനും പറയുന്നത്. ഞാൻ അന്വേഷിക്കൽ കുറവാണ്, ഞാനങ്ങനെ ചോദിക്കുന്നത് കുറവാണ്. അത് കൂട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കണം, ഞാൻ കഠിന ഹൃദയനായ വ്യക്തിയാണ്. ഒരുവൻ്റെ കഷ്ടതയിൽ, ഒരുവൻ്റെ പ്രയാസത്തിൽ, ഒരുവൻ്റെ കണ്ണുനീരിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാവുന്നൊരു സംഭവമുണ്ട്. ഒരു സഹോദരൻ വലിയ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുക, വലിയ ദുഃഖത്തിൽ നിൽക്കുക. അദ്ദേഹം പറഞ്ഞ അനുഭവ സാക്ഷിയാണ് ഞാൻ പറഞ്ഞത്.
നമ്മുടെ യൂത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. അദ്ദേഹം പിന്നീട് പറഞ്ഞതാ, അന്ന് അവൻ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ക്രിസ്തു എന്നെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. സാമ്പത്തികം മാത്രമല്ലല്ലോ സഹായം, നിന്റെ സ്നേഹത്തെ കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട്, നിന്റെ കരുതൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുന്നു. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. ഹൃദയകാഠിന്യ നിമിത്തം നീ അജ്ഞത ബാധിച്ചവനാണ്, അന്ധകാരം നിറഞ്ഞവരാണ്, നീ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഹൃദയമുള്ളവൻ പറയാണ്, നീ ദൈവത്തിൽ നിന്ന് അകലെയാണ്. നിന്നിൽ എന്ത് ബാധിച്ചിട്ടുണ്ട്? നീ അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. കഠിന ഹൃദയ, നിനക്ക് കരുണമില്ലാത്ത ഒരു വ്യക്തി, ഞാൻ എന്നോടാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തിയെ വിധിക്കാൻ ഞാൻ ആളല്ല, ഞാൻ എന്നോട് തന്നെ പറയുന്നത്. നീ കരുതുന്നുണ്ടോ? നീ നഗ്നനെ ഉടുപ്പിക്കുന്നുണ്ടോ? ഒരു വചനം ഇപ്രകാരം നമുക്കറിയാം, അനാഥനെ കരുതണം, നഗ്നനെ ഉടുപ്പിക്കണം. ഒരു വചനം കൂടെ ഉണ്ട്, ജയിലിൽ ആയിരിക്കുന്നവരെ പോയി കാണണം. ഒരു ദിവസം ബ്രദർ എന്നോട് ചോദിച്ചു, നീ ഈ വചനത്തിനകത്ത് ഒരു വചനം പറയുന്നുണ്ട്, ജയിൽ മിനിസ്ട്രി, നീ ജയിലിൽ പോയവരെ കരുതിയിട്ടുണ്ടോ? കാര്യം നമ്മൾ വേറൊരു തരത്തിൽ അത് ചെയ്യുന്നുണ്ട്. ഈ കേസിലൊക്കെ ആവപ്പെട്ടവരൊക്കെ ധ്യാന ഹാളിലൊക്കെ വരുമ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ കവർ ചെയ്ത്. പക്ഷെ വചനം ആ ലിറ്ററലി നീ അനുസരിച്ചിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ ഞാൻ ജയിലിലൊന്നും പോയിട്ടില്ല, അങ്ങനത്തെ ശുശ്രൂഷ ചെയ്യാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അനാഥനെ കരുതി, നഗ്നനെ ഉടുപ്പിക്കണം, വിധവയെ കരുതണം, രോഗിയെ ആശ്വസിപ്പിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളവരെ കർത്താവ് ഞാൻ അറിയുന്നവൻ, അല്ലാത്തവരെ കർത്താവ് ഞാൻ അവരെ അറിയുന്നില്ല. ഹൃദയകാഠിന്യമുള്ളവരായിട്ടാണ് നമ്മളെ അറിയുന്നത്. നമ്മുടെ ഭവനത്തിൽ തന്നെ ദൈവവചനത്തെ ആവശ്യമുള്ള എത്ര പേരുണ്ട്. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് നോക്കുമ്പോൾ ഭവനത്തിൽ അന്ധകാരത്തിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതുവരെ പ്രകാശം കൊടുക്കാൻ ഞാൻ ഇറങ്ങിയോ? ഇതുവരെ വചനം കൊടുക്കാൻ ഞാൻ ആ ഭവനത്തിൽ ഇറങ്ങിയോ? ഞാൻ ഹൃദയകാഠിന്യമുള്ളവനല്ലേ? ഞാൻ അനുഭവിക്കുന്ന രക്ഷ എന്തേ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുക്കാം? ഞാൻ അനുഭവിക്കുന്ന രക്ഷ എന്തേ എൻ്റെ സഹോദരന് ഞാൻ പറഞ്ഞു കൊടുക്കാം? ഞാൻ അനുഭവിച്ച രക്ഷ എന്തേ ഞാൻ പകർന്നു കൊടുക്കാൻ ഇടയാക്കാം? സ്തോത്ര, ഹല്ലേലൂയ. എന്ത് വിധേനയും അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതന്നെ ഈ വചനം നമ്മൾ ചോദ്യം ചെയ്യും. ഞങ്ങളുടെ ഫാമിലിയുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഞാൻ ഓരോ ദിവസം വചനങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ വചനം ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുക്കും. എനിക്ക് കുറേ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റുകളുണ്ട് വാട്സപ്പിൽ. ഞാൻ ന്യായീകരിക്കുന്നോ പൊക്കി പറയുന്നോ അല്ല. ഞാൻ ഈ കർത്താവിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഈ വചനം അനുസരിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹൃദയകാഠിന്യം എൻ്റെ മാറ്റാനുണ്ട്. ഒരുപാട് പേരിലേക്ക് വചനം അയക്കാൻ നമുക്കും സാധിക്കും. ദൈവവചനത്തെ നമ്മുടെ കോണ്ടാക്ട്, ജീസസിൽ വരാത്ത നമ്മുടെ കോണ്ടാക്റ്റുകൾ, ഫാമിലി അംഗങ്ങളിലേക്കൊക്കെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റ് ഉണ്ടാക്കാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റിനകത്തേക്ക് നമുക്ക് വചനം ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ബ്രദറിൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എപ്പോഴാണെന്ന് അറിയത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവ് അവരെ തൊട്ടാലും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാം, ബ്രദറെ ഞാൻ തമിഴ്നാട്ടിൽ പോവാം. എന്തുവാണ് പരിപാടി? ഞാൻ കുറേ ബൈബിൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, തമിഴ് ബൈബിൾ. അതെല്ലാം വാങ്ങി വെച്ചിട്ട് ആ ശുശ്രൂഷ ചെയ്യാൻ പോകും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ ബൈബിൾ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാൻ പോകും. അപ്പോൾ നല്ല ജോലി, നല്ല സാലറി, നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാന്ന് പറയണം. നല്ല വാഹനത്തിലാണ്, പ്രീമിയം വാഹനത്തിൽ അവൻ ഓടിച്ചു നടക്കുന്നത്. ഇങ്ങനെയുള്ളവരും പറയുക, ഞാൻ ഇറങ്ങി മിഷൻ വരെ ചെയ്യാൻ. അത് അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. നമുക്ക് ഇതുപോലത്തെ കരുണയുടെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവ് പറയുക, നീ കരുണ ഹൃദയം, നീ നന്മകളല്ല അനുഭവിച്ചു, ഒരുത്തനും പകർന്നു കൊടുക്കരുത്. ക്രിസ്ത്യാനി നീ വിളക്ക, അത് പറയുടെ അടിയിൽ വെക്കണല്ലോ, തണ്ടന്മേൽ വെച്ച് എല്ലാവരെയും പ്രകാശിക്കണം. പുറയുടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്, പ്രകാശിക്കണം. ഇതുപോലെ നമ്മളും പ്രകാശിക്കണം. അനേകർക്ക് വെളിച്ചമായി നമ്മൾ മാറാനുള്ളതാണ്. പക്ഷെ നമ്മൾ സ്വാർത്ഥ താല്പര്യം. സ്തോത്ര, ഹല്ലേലൂയ. നമ്മുടെ വെൽത്ത്, എനിക്കറിയാം ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അറിഞ്ഞു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അറിഞ്ഞു കൊടുക്കുന്ന എത്ര പേരെ എനിക്കറിയാമെന്നറിയാം. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ആ വേർപാടിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ സഭ തന്നെ സഹോദരങ്ങളെ സഹായിക്കുന്ന സഭയാണ്. ക്രിസ്തീയ സഭ തന്നെ പൗലോസ് സഹോദരന്മാരെല്ലാം ക്ഷാമം അനുഭവിക്കുന്ന ദേശത്തേക്ക് എല്ലാവരും പിരിച്ചിട്ടാണ് അവരുടെ പൈസ അയച്ചു കൊടുക്കുന്നത്. അവരുടെ ജോലി, അധ്വാന ഫലത്തു നിന്നാണ് ചാരിറ്റി. ഞാൻ ആത്മീയ പിതാവിൽ നിന്നാണ് ചാരിറ്റി കണ്ട് മനസ്സിലാക്കിയത്. വേറെ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ കൊടുക്കുന്നത് കൈ അറിയാതെ ഇങ്ങനെ നോക്കാതെ എടുത്തങ്ങോട്ട് കൊടുക്കും. എത്രയെന്ന് അറിയത്തില്ല, എല്ലാവർക്കും കൊടുക്കും. എനിക്കും തന്നിട്ടുണ്ട്, ഉള്ളത് പറയാമല്ലോ.
ആ മനുഷ്യൻ ചെയ്യുന്നത് കണ്ടിട്ടാണ്, ദൈവമേ ചാരിറ്റി ഇങ്ങനെയാണല്ലോ, ഉപാധികളില്ലാത്ത സ്നേഹം. ചില ആൾക്കാർ സഹായിച്ച കുടുംബങ്ങൾ കുത്തിപ്പറയുന്ന അനുഭവം വേറെ പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ് സഹായിച്ച കുടുംബങ്ങളൊക്കെ, അറിഞ്ഞ് പരിപാടികളും കല്യാണങ്ങളൊക്കെ നടത്തിക്കൊടുന്ന ഭവനങ്ങളൊക്കെ, അറിഞ്ഞ് കൂടെ നിന്ന ഭവനങ്ങളൊക്കെ പിൽക്കാലത്ത് നമ്മളെ കുത്തും. എന്നാലും വേറെ പറയും, അവർ നാളെ കുത്തുമോ എന്നിട്ട് അറിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുകയോ ചെയ്യാണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മളോട് എന്ത് പറഞ്ഞു അത് ചെയ്തോണം. ദൈവം എന്ത് ഏൽപ്പിച്ചോ അത് നീ ചെയ്തോണം. ദൈവം എന്നെ എന്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചോ, നിനക്ക് വെൽത്ത് തന്നിട്ടുണ്ട്, നിനക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ഇപ്പൊ നീ ചെയ്യേണ്ട സമയമാണ്. സ്തോത്ര, ഹല്ലേലൂയ. വിശുദ്ധരെ, ഭൂമിയിൽ നിനക്കുള്ള ശുഭ്രവസ്ത്രം എന്താണെന്നറിയോ? വിശുദ്ധര് സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവരെ വെള്ള വസ്ത്രം അണിയിക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് വെള്ള വസ്ത്രം എന്ന് വെളിപാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുക. അവരുടെ സൽപ്രവൃത്തികളാണ് അവരുടെ വെള്ള വസ്ത്രം. നിന്റെ ശുഭ്രവസ്ത്രം, നമ്മൾ പാട്ട് പാടാം, ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ പാടുമെന്ന് പാട്ട് പാടും. പക്ഷെ ശുഭ്രവസ്ത്രധാരി നീ ആകണമെങ്കിൽ നിന്റെ സൽപ്രവൃത്തിയ ശുഭ്രവസ്ത്രധാരി. നിന്റെ ചാരിറ്റികൾ, നിന്റെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ എത്ര പേരെ നീ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. യാക്കോബിന്റെ ലേഖനം പറഞ്ഞത്, നിന്റെ സഹോദരനിൽ ഒരാള് ഒരു തെറ്റ് ചെയ്ത് അവൻ പിന്നോട്ട് പോയാൽ അവനെ ആനയിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന നിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ പാപിയായി വരുന്ന സ്വർഗത്തിലേക്ക് ചേർക്കുന്ന നിന്റെ പ്രവൃത്തി അനേകം പാപങ്ങൾക്ക്, നിന്റെ പാപങ്ങൾക്ക് വിടുതലും നിനക്ക് ബ്ലെസ്സിങ്ങും ആണെന്ന്. അപ്പൊ അനുദപിക്കുന്ന പാപിയോർത്ത് സന്തോഷിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ എഫേർട്ട് കൊണ്ട് മാനസാന്തരപ്പെട്ട ഒരുവൻ ചേർന്നാൽ ആ അവന്റെ അനുഗ്രഹം നിന്റെ മേൽ വരും. ലൂക്കോസിന്റെ സുവിശേഷമുണ്ട്, നീ ധനം കിട്ടിയാൽ നിന്റെ ധനം എന്ത് ചെയ്യണം? അധാർമിക സമ്പത്ത് എന്നാ ദൈവം പറയുന്നത്. നമ്മുടെ സമ്പത്തിന് ദൈവം പറഞ്ഞ അധാർമിക സമ്പത്തെന്ന്. എന്താ അധാർമിക സമ്പത്ത്? ഭൂമിയിലെ ഒരു പണത്തെ യേശു കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഭൂമിയിലെ ഈ പണം നിനക്ക് ലഭിക്കുന്ന പല കൈവഴി മറിഞ്ഞു വരുന്ന പണങ്ങളാണ് ഭൂമിയിലുള്ളത്. എന്നാൽ ഈ സമ്പത്ത് നിനക്ക് നൽകുമ്പോൾ നീ എന്ത് ചെയ്യണം? ഈ സമ്പത്ത് ഉപയോഗിച്ച് നീ ദൈവരാജ്യത്തിന്റെ മക്കളെ നീ നേടണം. നിന്റെ സമ്പത്ത് ഉപയോഗിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളെ നീ നേടുമ്പോൾ അവരുടെ പ്രാർത്ഥനയുണ്ട് നിനക്ക് വേണ്ടിയിട്ടുള്ള. അവരുടെ സന്നിധിയിലുള്ള താങ്ക്സ് ഗീവിംഗ് പ്രെയർ ദൈവസന്നിധിയിൽ അവാച്യമായ നെടുവീർപ്പോടെ ആത്മാവ് അറിയിക്കുമ്പോൾ അത് നിന്റെ മേൽ ബ്ലെസ്സിങ്. ദൈവസന്നിധി നാളെ അവർ ചെല്ലുമ്പോൾ അവര് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ പറയും, ബ്രദർ, കർത്താവേ, എൻ്റെ ഭവനത്തിൽ ഒന്നുമില്ലാതിരുന്നു, ഞാൻ പട്ടിണി കിടന്ന സമയത്ത് ആ സഹോദരൻ സഹായിച്ചത്, ഞാൻ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിലേക്ക് പൈസ വെച്ച് തന്നത്, ഞാൻ വളരെ പ്രതിസന്ധി ഇരുന്ന സമയത്താണ് ആ സഹോദരൻ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ഞാൻ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് ആ സഹോദരൻ എന്നെ വന്ന് സഹായിച്ചത്. ഇങ്ങനെ നമ്മൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങളെ സഹായിക്കലാണ് ദൈവസ്നേഹം. നീ കഠിന ഹൃദയനാണോ? ഞാൻ പ്രതിസന്ധിയിലാവപ്പെട്ട സമയത്ത്, വലിയ പ്രയാസങ്ങൾ ഇന്ന സമയത്ത് നമ്മുടെ ജീസസ് വിഷനിലെ ലീഡേഴ്സ് എല്ലാവരും ഫോൺ വിളിച്ചും ഭവനത്തിൽ വന്നും ഒക്കെ എന്നെ ആശ്വസിപ്പിച്ച അനുഭവമുണ്ട്. ആ വാക്ക് കേൾക്കുമ്പോൾ എന്തൊരാശ്വാസമാണെന്നറിയോ? അവരെല്ലാം ഫോൺ വിളിച്ച്, എന്താടാ പ്രയാസം, എന്താ പ്രശ്നം, എന്താ പ്രതിസന്ധി, എങ്ങനെ നമുക്ക് പോവാം, ഉപദേശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടെ വന്നിരുന്ന് ആശ്വസിപ്പിക്കുകയും തകർന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ തോളോട് തോള് ചേർന്ന് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സഭയായി ചേർന്ന് വിളിക്കപ്പെട്ട അംഗങ്ങൾ. നമ്മുടെ ക്രിസ്തുവിന്റെ ഒരു ശരീരം അവയവം വേദന എടുക്കുമ്പോൾ മറ്റവയവം ചെന്ന് അവനെ ആശ്വസിപ്പിക്കലാണ് ദൈവസ്നേഹം. ഇത് ചെയ്യാത്തവനെ ദൈവം വിളിക്കുകയാണ്, നീ കഠിന ഹൃദയം. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവന്റെ കഷ്ടതയും കണ്ണുനീരും ഒപ്പിട്ടുണ്ടോ? ദൈവം ചോദിക്കുകയാണ്, നീ കഠിന ഹൃദയമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 മുതൽ നമുക്കൊന്ന് വായിക്കാമോ? ഹെബ്രായർ 3, ദ ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 8. ഇന്നും നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. നീ ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട് നടന്ന ഒരാളാണ്, പക്ഷെ നിന്റെ ഹൃദയം കഠിനമാക്കാൻ പാടില്ല. അടുത്ത് പറയാണ്, എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്യാവോ? ഹെബ്രായർ 3:12 ഒന്ന് അണ്ടർലൈൻ ചെയ്യാവോ? എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം, ഒന്ന് വിശ്വാസമില്ല, രണ്ട് നിന്റെ ഹൃദയം ദുഷ്ടമാണ്, നിന്റെ കഠിന ഹൃദയമാണ്. അതുവഴി നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഹൃദയകാഠിന്യം നിന്റെ ആത്മീയ അന്ധത വരുത്തുകയാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തെ, ദൈവിക സ്നേഹത്തെ അത് മറച്ചു കളയും. നീ ദൈവത്തിന്റെ ഹിതം വിട്ടിട്ട് ദൈവിക വഴി പോണെന്ന് ദൈവത്തിന്റെ ഹിതം
വിട്ട് സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം പറയാണ്, നീ വിശ്വാസരാഹിത്യമുള്ളവൻ, നീ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അടുത്ത വചനം പറയാണ്, ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കണം, പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം. എന്താണ് ഒരുവൻ ദുഷ്ടഹൃദയം വരുമ്പോൾ? ആത്മീയ അന്ധത ഒരുവന് സംഭവിക്കുകയാണ്. ആത്മീയ അന്ധത, ഹൃദയകാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സത്യം മനസ്സിലാക്കാനും ദൈവത്തിന്റെ കൃപയുടെ നടത്തിപ്പിനെ കാണാതെ പോകും. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്റെ ജീവിതത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്, ദൈവം ഇതുവരെ ചെയ്തതെല്ലാം നീ മറന്നുപോയി. എടാ, ഇന്നത്തെ ദിവസം നീ ഹാർട്ട് അറ്റാക്ക് വരാതെ ജീവിക്കാൻ ദൈവ കൃപയില്ല. ഇന്നത്തെ ദിവസം നീ യാത്ര ചെയ്ത് വന്നാലേ ഒരു വണ്ടി ഒരു 3 അടി മാറി തെന്നി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ തീർന്ന്. ഇന്നത്തെ ദിവസം നിനക്ക് സ്ട്രോക്ക് വരാം, ഒരു ക്യാൻസർ ഉണ്ടാകാൻ ഒറ്റ ദിവസം മതി. രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്ത് നോർമലാ, പക്ഷെ രാത്രി നിനക്ക് വേണേൽ ലുക്കീമിയ വരാം. നിന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നതാ, നിന്റെ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുന്നതാണ്. ഒരു ആപത്തനർത്ഥം വന്നാൽ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന എല്ലാം മുടങ്ങി ഇന്ന് രാത്രി കറുത്ത കൊടി നിന്റെ വീട്ടിൽ കെട്ടണം. നിന്റെ വീട്ടിലെ കറുത്ത തോരണം കിട്ടിയ പന്തല് മരണത്തിന്റെ മൊബൈൽ മോർച്ചറി നിന്റെ വീട്ടിലേക്ക് വിളിക്കണം. ദൈവത്തിന്റെ കരുണ ഇല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്തു? എടാ, നീ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ദൈവകൃപയില്ല. ദുഷ്ടഹൃദയ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ നിനക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ ഓർത്തോ, നീ ആത്മീയ അന്ധത ബാധിച്ചവനാ. ഇത്രയും ദൈവം ചെയ്തു തന്നിട്ടും, ഇത്രയും അനുഗ്രഹം ചെയ്തു തന്നിട്ടും ദൈവത്തെ തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നില്ല. ഈ വർഷം നീ ആശുപത്രി കയറി ഇതിന്റെ കാശ് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ വർഷം നീ ICU കിടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ വർഷം നീ വെന്റിലേറ്ററിൽ കയറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ ദൈവം നിന്നെ കരുതിയതുകൊണ്ടാ, എന്നെ കരുതിയതുകൊണ്ടാ ഞാൻ എന്നോടാ പറയുന്നത്. സ്തോത്രം. ഈ കൊല്ലം നിന്നെ ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേലുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആത്മീയ അന്ധത നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഹൃദയകാഠിനം ഉണ്ടാകരുത്. ദൈവത്തിന്റെ ഓരോ വഴി നടത്തിപ്പോൾ ഇന്ന് എന്ന ദിവസത്തിൽ നമ്മുടെ മേലുണ്ടെന്ന് ഓർത്തണം. ദൈവഹിതത്തോടുള്ള പ്രതിരോധം രണ്ടാമത്തെ വിഷയമാണ്. എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനുള്ള വിസമ്മതം. ദൈവത്തിന്റെ കൽപ്പനകൾ 10 കൽപ്പനകൾ പറയുമ്പോൾ പല കൽപ്പനയുണ്ട്, അത് അനുസരിക്കാൻ നിനക്ക് പറ്റത്തില്ല. എന്തൊക്കെയുണ്ട്? ഒരുപാട് പേരുണ്ട്. ഒന്ന് വേണം എക്സാമ്പിൾ പറയാം. നിന്റെ അപ്പനും അമ്മയും ബഹുമാനിക്കുക. ഇവിടെ രാവിലെ തന്നെ അപ്പനെ ചീത്ത വിളിച്ചും അമ്മായിമ്മനെ കുറ്റം പറഞ്ഞും അമ്മായപ്പനെ തെറി വിളിച്ചിട്ടും നടക്കുന്നവരാ. അപ്പനമ്മ വരുമ്പോ എല്ലാം വരും. നിന്റെ ഹൃദയം നീ സ്നേഹത്തോടെയാണോ ഇരിക്കുന്നത്? അപ്പൊ കൽപ്പന അനുസരിക്കാൻ വിസമ്മതിക്കുക നിന്റെ ഹൃദയം. നീ തന്നെ കൽപ്പന ലംഘിച്ചവർ. ഇപ്പോഴും വിദ്വേഷിച്ചിരിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് കൽപ്പന അനുസരിക്കുന്നത്? ദൈവകൽപ്പനയുടെ വിസമ്മതം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ദൈവഹിതത്തോടുള്ള പ്രതിരോധം തന്നെയാണ്. ഹൃദയകാഠിന്യമാണ് കൽപ്പന അനുസരിക്കാതിരിക്കും. അടുത്ത പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള വേർപിരിയൽ, ദൈവത്തിന്റെ ദൈവത്തോട് അടുക്കാനുള്ള വിസമ്മതം. പേഴ്സണൽ പ്രയറിനിരിക്കാൻ, ദൈവത്തിന്റെ ഹിതമാരായ ദൈവത്തിന്റെ കൂടെ നടക്കാൻ താല്പര്യമില്ല. ലോകത്തിന്റെ കൂടെ നടന്നാൽ മതി. വ്യാജ ബന്ധങ്ങൾ, മോശം കൂട്ടുകെട്ടുകൾ, ഇപ്പൊ എല്ലാത്തിനും തരികടയാണ്. എന്തിനും തിന്മയുടെ വശമാണ് കൂടുതൽ. നിനക്ക് ലോകത്തിലേക്ക് ഹൃദയം താല്പര്യം, വേർപാടുകൾ താല്പര്യമില്ല. ഒരു നാൾ ഒരു പറയാം, ഞാൻ എല്ലാം നിർത്തി, പക്ഷെ ഞാൻ ബീഡി നിർത്തി, ഞാൻ കള്ളുകൂടി നിർത്തി, മോശം കൂട്ടുകെട്ട് നിർത്തി, പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കാര്യം എന്നെ വിട്ടുപോകണം. ഞാൻ മുറുക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ 2025 മുറുക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും. ഞാൻ മുറുക്കും. വെറ്റിലേയും പാക്കും അടക്കയോ എൻ്റെ പാൻറ്റിൻ്റെ അടിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞ് എല്ലാം നിർത്തി, ഇത് മാത്രം വിട്ടുപോകുന്നില്ല. ഇപ്പം നിർത്തി കാണുമായിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ചെയ്തു, പക്ഷെ ഇപ്പോഴും ചില വേർപാടുകൾ പൂർണ്ണമല്ല. നമുക്ക് ദൈവത്തോടുള്ള മറുതലിപ്പാണ്. എല്ലാം അറിയാം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ലഭിച്ച ശേഷം വീണ്ടും ക്രിസ്തുവിനെ നീ ക്രൂശിൽ തറയ്ക്കുകയാണെങ്കിൽ വലിയ ശിക്ഷാവധിയാണ് നിന്റെ മേലുള്ളത്. ഹൃദയകാഠിന്യമാണ്. എല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴും കടുംപിടുത്തം, ഇത് വിടാൻ പറ്റത്തില്ല, ഇതെനിക്ക് മാറാൻ താല്പര്യമില്ല. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിക്കുന്നു കഠിന ഹൃദയനാണ്. ദൈവം നിന്നെ വിളിക്കുന്നു കുഞ്ഞുങ്ങളെ പോലെ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ. ദൈവം ഓരോരുത്തരെ വിളിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഈ പാപം എന്നിൽ നിലനിർത്തുക. എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന രഹസ്യ പാപം, എൻ്റെ രഹസ്യ ഫോൺ വിളി, എൻ്റെ രഹസ്യ കോള്, എൻ്റെ രഹസ്യ ബന്ധം. ഇപ്പൊ പല ഭവനത്തിലും പേടിക്കേണ്ട ഒന്നാണ് തെറ്റായ ബന്ധങ്ങൾ, ലഹരി വസ്തുക്കൾ, അല്ലെങ്കിൽ തിന്മയുടെ സ്വഭാവത്തിൽ സിൻ ഓഫ് ഫ്ലഷ്. ഇങ്ങനെയുള്ളത് വളരെ ശക്തമായി അന്ധകാരം വ്യാപിച്ചുകൊണ്ട് വരിക. കുഞ്ഞുങ്ങളെല്ലാം ലഹരിയിലേക്ക് പോവുകയാണ്. അവരൊരിക്കലും ഒരു കഞ്ചാവ് അടിക്കുന്ന ഒരിക്കലും പബ്ലിക് അഡ്മിറ്റ് ചെയ്യത്തില്ല, ഞാൻ അഡിക്റ്റഡ് ആണെന്ന് ഒരിക്കലും പറയത്തില്ല. അവർ മാനിനെ പോലെ നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പുറലോകത്തെ നല്ല രീതിയിൽ ചിരിച്ച് ഫേസ് ചെയ്തിട്ട് അവന്റെ സ്വയത്തോട് അവൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക, അവൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് പല ഭാവവും. അവൻ പുറത്ത് ആത്മീയന്റെ പരിവേഷമാണ്, പുറത്ത് പ്രാർത്ഥനക്കാരനാണ്, പക്ഷെ ഉള്ളിൽ രഹസ്യഭാവം. ദൈവം പറയാണ്, ദൈവത്തിന്റെ മാനസാന്തരപ്പെടുവൻ വൃക്ഷത്തിന്റെ കീഴെ കോടാലി വെച്ചിരിക്കുകയാണ്.
കഠിന ഹൃദയ നീ മാനസാന്തരപ്പെടണം. അണലി സന്തതികളെ എന്ന് വിളിക്കുന്നത് ദൈവം അവരോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കും. എന്തുകൊണ്ടാണ് അണലി സന്തതി എന്ന് വിളിക്കുന്നത്? എല്ലാ മർമ്മം അറിയാം, അവനും അറിയാം സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പാപം പോകുന്നു. ഇത്രയും തിന്മയും ഇത്രയും വിദ്വേഷത്തിന്റെ സ്വഭാവം ഉള്ളി വെച്ചിട്ട് നീ രക്ഷയുടെ മൂടുപടം അണിയാൻ ഓടി വരുവാണോ? ഹൃദയം മാറാതെ ബൈബിൾ എടുത്തേക്കുവാണോ? ഹൃദയം മാറാതെ വചനം പറയുവാണോ? ഹൃദയം മാറാതെ നീ ഈ ബൈബിൾ ദൈവവചനം പിടിച്ചോണ്ടിരിക്കുകയാണോ? ഹൃദയം മാറാതെ ഈ വചനം അനുസരിക്കാതെ നിനക്ക് പ്രസംഗിക്കാൻ നീ യോഗ്യരല്ല. ഈ വചനം ഞാൻ പറയുമ്പോൾ ഈ വാൾ എൻ്റെ മുകളിൽ നിൽക്കുക. നീ ഇന്ന് മാറിയ മതിയാകും. നിന്നെ അടിക്കുന്നവന് മറുകരണം കൂടെ കാണിച്ചു കൊടുക്കുക. നിന്റെ വസ്ത്രം ചോദിക്കുന്നോട് പുറംകുപ്പായം കൂടെ എടുത്തു കൊടുക്കുക. 1 മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കൂടെ 2 മൈൽ നടക്കുക. അതെന്താ അങ്ങനെ പറയുന്നത്? അതാണ് കരുണയുടെ പ്രവൃത്തി. നിന്റെ ഹൃദയത്തിന്റെ ദൈവം തന്ന ആ ഉപാധികളില്ലാത്ത സ്നേഹം നിന്റെ പ്രവൃത്തിയിൽ നീ കാണിച്ചു കൊടുക്കുക. അതാണ് സ്നേഹം, അതാണ് കരുണ. ദൈവം ഇന്ന് രാത്രി നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നിനക്ക് ഹൃദയകാഠിന്യമുള്ളവരാണ്. ദൈവത്തിൻ്റെ മെസ്സേജ് ലഭിച്ചിട്ട് ഒരു എക്സാമ്പിളോടെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്താം. ഒരു ഹൃദയകാഠിന്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ഫാമിലി ദൈവത്തോടു കൂടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ഒരു വിവാഹ സംബന്ധമായ വിഷയം വന്നപ്പോൾ വിഷയം ഇതാണ്: അവിടുത്തെ മകന് ഒരു വ്യക്തിയോട് വലിയ താല്പര്യമാണ്. എന്നാൽ ദൈവഹിതം അത് അനുവദിക്കുന്നില്ല. പക്ഷെ അവരുടെ ശാഠ്യം ഞങ്ങൾക്ക് അത് മതി. ഓക്കെ, ദൈവം എന്തിനാ ശാഠ്യം പിടിക്കുന്നതിൻ്റെ കൂടെ ദൈവം പോയില്ല. അവർ ശാഠ്യത്തിൻ്റെ കൂടെ പോയി. ഇന്ന് നോക്കിയപ്പോൾ ആ ശാഠ്യം പിടിച്ച ഫാമിലികളല്ല, അവരതിൻ്റെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് കരഞ്ഞ് നിലവിളിയാ, അയ്യോ ഞങ്ങൾക്ക് കഷ്ടത വന്നേ, എന്ത് ചെയ്യാൻ പറ്റും? ദൈവഹിതം നിന്നോട് പറഞ്ഞ് നോന്ന് പറഞ്ഞിട്ടും നീ അതിനെ ധിഖരിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ നിന്റെ ഹിതത്തിന് പോയി. ഇതാണ് ദുർശാഠ്യക്കാരായ ജനം. ഇതാണ് ഇവർക്ക് വചനം കേട്ടു, പക്ഷെ നിന്റെ ചെവി മന്ദീഭവിച്ചിരിക്കുക, നിന്റെ ഹൃദയം മന്ദീഭവിച്ചിരിക്കുക, നിന്റെ കണ്ണ് മന്ദീഭവിച്ചിരിക്കുക. നിനക്ക് നിന്റെ ഹിതം മതിയല്ലോ, ദൈവത്തെ വേണ്ടല്ലോ. ഇങ്ങനെ ദുർശാഠ്യക്കാരായ ജനങ്ങൾ കഠിന ഹൃദയരാണ്. എല്ലാ വചനം കേൾക്കുമ്പോഴും ഇപ്പോഴും കള്ളത്തരം ഇവിടെ ഒഴിഞ്ഞിട്ടില്ല. എല്ലാ വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥനക്കാരന്റെ പരിവേഷം നഷ്ട നിന്റെ കയ്യിൽ തരികട പരിപാടികൾ ഇരിക്കുക. പച്ചയ്ക്ക് പറഞ്ഞ നാടൻ ഭാഷയിൽ പറഞ്ഞു എല്ലാ വചനവും, എല്ലാ പ്രഘോഷണവും, എല്ലാ ശുശ്രൂഷയ്ക്കും എല്ലാം പോകും. പക്ഷെ തുറന്ന കള്ളത്തരമാണ്. നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ നിഷ്കളങ്ക ഹൃദയരാണോ? കുഞ്ഞിനെ പോലെയാണോ നീ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്? അല്ല എങ്കിൽ ഇന്ന് രാത്രി ദൈവമേ, എൻ്റെയും നിങ്ങൾ കേൾക്കുന്ന ഇനിയും മാനസാന്തരപ്പെടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് അവരെയും ദൈവമേ അവിടുന്ന് മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും.